നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറികൾ നടക്കുന്ന രണ്ട് ജില്ലകൾ എന്ന് പറയുന്നത് കോഴിക്കോടും കൊല്ലവുമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും CPM-നോടൊപ്പം നിൽക്കുന്ന വലിയൊരു ശക്തി തന്നെയാണ് കോഴിക്കോടെങ്കിൽ അതേപോലെ ശക്തിയാണ് കൊല്ലവും. കോഴിക്കോട് 13-ൽ 11 സീറ്റും കഴിഞ്ഞ തവണ LDF-ന് അനുകൂലമായിരുന്നു. കൊല്ലത്താകട്ടെ ആകെ 2 സീറ്റാണ് LDF-ന് അനുകൂലമായത്, കുണ്ടറയും കരുനാഗപ്പള്ളിയും. ഇത്തവണ എന്തായിരിക്കും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത് 4 സീറ്റ് വരെ UDF-ന് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞതെങ്കിലും അത് ശരിയല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം. നമുക്കറിയാം, അവിടെ ടോട്ടൽ 11 സീറ്റിൽ കുണ്ടറയും അതേപോലെ കരുനാഗപ്പള്ളിയും അതേപടി UDF-നോടൊപ്പം പോകുന്നതിന് കൊല്ലത്ത് നശിപ്പിച്ച വിട്ട ഒരാളുണ്ട്, മുകേഷ്. പെണ്ണുപിടിയനായ മുകേഷ്, ബലാത്സംഗ വീരനായ മുകേഷ്. അങ്ങനെ മുകേഷിനെ കൊണ്ടുവന്ന് കൊല്ലം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഈറ്റെല്ലാം തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ബിന്ദു കൃഷ്ണയാണ് അവിടെ മത്സരിച്ച് കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിനാണ് അവർ തോറ്റതെങ്കിൽ ഇത്തവണ അവിടെ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കൊല്ലത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി മുൻ DCC പ്രസിഡന്റായ ബിന്ദു കൃഷ്ണയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതേപോലെ കൊല്ലത്ത് ആണ് അവർ മത്സരിക്കുന്നത്. അവിടെയുള്ള 11 സീറ്റിൽ അവർ പറയുന്നത് 7 സീറ്റ് UDF നിസ്സംശയം വിജയിക്കും. അത് അവർ ചവറ കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിനാണ് തോറ്റത്, അതേപോലെ കുന്നത്തൂർ കഴിഞ്ഞ വർഷം കുറഞ്ഞ വോട്ടിനാണ് തോറ്റത്. ഈ അപ്പോൾ ടോട്ടൽ 11 സീറ്റിൽ 7 സീറ്റ്, അതായത് പത്തനാപുരം കൊട്ടാരക്കര അടക്കം ടോട്ടൽ 11 സീറ്റ്, 7 സീറ്റും വിജയിക്കുമെന്നാണ് അവർ ഓരോ മണ്ഡലങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം വലിയ മത്സരം, പ്രത്യേകിച്ച് ചടയമംഗലത്തൊക്കെ ചിഞ്ചുറാണിയുമായിട്ടുള്ള പോരാട്ടം തീർത്തും ഇടതുപക്ഷത്തിന് പൂർണ്ണമായ പരാജയമാണ് കൊല്ലത്ത് ഇവിടെയുള്ളത്, ചടയമംഗലത്തുള്ളത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലും ജനങ്ങളോട് ഒരു നീതിയും പുലർത്താത്ത ഒരു നേതാവാണ് ചിഞ്ചുറാണി എന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ ലേഖകന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൊല്ലം ഇത്തവണ വലിയ അട്ടിമറി നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് UDF-ന് വലിയ നേട്ടം കൊഴിയും. നമുക്കറിയാം, കേരളത്തിലെ 7 ജില്ലകൾ ഇപ്പോൾ സമ്പൂർണ്ണമായി UDF-നോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. ഒന്ന് കോഴിക്കോട്, ഒന്ന് വയനാട്, ഒന്ന് പിന്നെ മലപ്പുറം. അത് ഇത്തരം ഈ 3 ജില്ലകൾ വഴി തന്നെ മൊത്തം 32 സീറ്റായി. ഇതേപോലെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഈ സീറ്റുകൾ വഴി 33 സീറ്റ്, 65 സീറ്റ്. ഈ 65 സീറ്റിൽ ഏറ്റവും നഷ്ടപ്പെടുന്നത് ശരിക്കും 5 സീറ്റ് ആയിരിക്കും. അങ്ങനെ 60 സീറ്റുകൾ UDF-നോടൊപ്പം ഉണ്ട്. പിന്നെ വരുന്നതൊക്കെ പ്ലസ് ആണ്. അവർക്ക് വേണ്ടത് 60 സീറ്റ് നേടിക്കഴിഞ്ഞാൽ 40 സീറ്റ്, 65 സീറ്റിൽ 60 സീറ്റ് നേടിക്കഴിഞ്ഞാൽ 75 സീറ്റിൽ 40 സീറ്റ് UDF-ന് നേടുക വലിയ പ്രയാസമല്ല. VD സതീഷിന്റെ കണക്ക് ശരിയാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത്രമാത്രം വലിയ റിസൾട്ട് കാണിച്ചിട്ടില്ല. 94 സീറ്റ് വരെ മനോരമ സർവേയിൽ പറഞ്ഞു, മനോരമ C സർവേയിൽ പറഞ്ഞു, 90 സീറ്റ് വരെ ആക്സിസ് സർവേയിൽ പറഞ്ഞു. എന്നാൽ ചാണക്യ പറഞ്ഞത് ഈക്വൽ ഫൈറ്റ് ആണ്, 2-3 പേര് 2 മുന്നണിക്ക് ഭരണം കിട്ടില്ല, തൂക്ക് മന്ത്രിസഭയായിരിക്കും, 10 മുതൽ 14 വരെ BJP കിട്ടുമെന്നാണ്. അതൊരു ശരിയായൊരു കണക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ BJP പോലും അങ്ങനെ ചിന്തിക്കുന്നില്ല. മാക്സിമം പോയാൽ 3 സീറ്റാണ്. എന്തായാലും നമുക്ക് മറ്റന്നാളാണ് റിസൾട്ട് വരുന്നത്. കൊല്ലം ജില്ല എന്തു പറയുന്നു എന്ന് ബിന്ദു കൃഷ്ണ പറയുന്നത് നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. നന്ദകുമാറാണ്, ക്രൈം എന്ന്. എനിക്കൊരു ചെറിയൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് കൊല്ലം ജില്ലയില് എന്തായിരിക്കും ഇത്തവണത്തെ റിസൾട്ട്? കേരളത്തില് എല്ലായിടത്തും ഉള്ളതുപോലെ UDF-ന് അനുകൂലമായൊരു ജനവിധിയായിരിക്കും കൊല്ലം ജില്ലയിൽ ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇതിനനുസരിച്ചുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങൾ അതിശക്തമായി എല്ലാ മേഖലയിലും, തീരമേഖലയിലും മലയോര മേഖലയിലും ഉൾപ്പെടെ തരത്തിൽ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് അപ്പുറത്തേക്ക് ജനങ്ങൾക്കും അത്തരത്തിലൊരു തീരുമാനമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നല്ലോ, അതും നമ്മളുടെ ഒരു പിന്നെ വിവരവും തമ്മിൽ വ്യത്യാസം എന്താണ്? എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ വലിയ വിജയം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്ര സീറ്റുകൾ നമുക്ക് കിട്ടും? എല്ലായിടത്തും വിജയ സാധ്യതയുണ്ട്. എങ്കിലും ഒരു 7 സീറ്റെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. 7 സീറ്റ് മിനിമം. ഏതൊക്കെ സീറ്റ്? സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിലും സിറ്റിംഗ് സീറ്റുകളും
എല്ലാ സിറ്റിംഗ് സീറ്റ് 2 സീറ്റല്ലേ ഉള്ളൂ? രണ്ട് സിറ്റിംഗ് സീറ്റുകളും കഴിഞ്ഞ തവണ ചെറിയ വോട്ടിന് പരാജയപ്പെട്ട 3 സീറ്റുകളുണ്ട്. ഉം, 1096 വോട്ടിന് ചവറ, ഉം, 72 വോട്ടിന് കൊല്ലം, ഉം, അതുപോലെ 2700 മറ്റ് 2600 സംതിങ് വോട്ടിനാണ് പുറത്തൂരും പരാജയപ്പെട്ടത്. ഉം, ആ 3 സീറ്റ് ഇത്തവണ ഞങ്ങൾ പിടിക്കും. ഉം. അത് പത്തനാപുരവും കൊട്ടാരക്കരയും ഇങ്ങനെ ഉണ്ടാവും. പത്തനാപുരവും കൊട്ടാരക്കരയും ഏറ്റവും നല്ല മത്സരം 2 മന്ത്രിമാർക്കെതിരായിട്ട് അതിശക്തമായ മത്സരമാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. ഉം, 3 ജില്ലയിലെ 3 മന്ത്രിമാർക്കും എതിരായിട്ട് അറിയാവുന്ന ഉൾപ്പെടെ ഉം, ശക്തമായ പോരാട്ടമായിരുന്നു. ഉം, ഒരു ഇടവിവരത്ത് ചെറുപ്പക്കാരനായ RYS നേതാവ് വളരെ നല്ല പോരാട്ടമാണ് നടത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉം. ഇവരൊക്കെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് എല്ലാ സീറ്റുകളിലും നല്ല മത്സരം. ഉം. ഇപ്പൊ 11 സീറ്റാണ് കൊല്ലത്തുള്ളത്. അതിൽ 7 സീറ്റ് ഉറപ്പായി കിട്ടുമെന്നാണ് പറയുന്നത്. എന്നാണ് എന്റെ പ്രതീക്ഷ. ഉം, അതിൽ കൂടത്തുള്ളൂ, കുറയത്തില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഉം, ഉം. അതില് എന്തൊക്കെ ഘടകങ്ങളാണ് ഇപ്രാവശ്യം നമുക്ക് അനുകൂലമായിട്ട് അവിടെ വന്നത്? കേരളത്തിൽ എല്ലായിടത്തും ഉള്ള പൊതു ഘടകങ്ങളുണ്ടല്ലോ. ഉം, അതിനടക്കമുള്ള കേരളത്തിലെ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വിലക്കയറ്റം തന്നെയാണ്. അപ്പോഴൊക്കെ നോക്കിയാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തത് സാധാരണ എന്താ പറയാ സാധാരണമായ സന്ദർഭങ്ങളിൽ വിലക്കയറ്റമൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ വിപണിയിൽ ഇടപെടാനും നിയന്ത്രിക്കാനും പൊതുവിപണി ശക്തിപ്പെടുത്താനും സർക്കാർ ഉണ്ടാകുമല്ലോ. ഈ ഭരണവിരുദ്ധ വികാരം എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട്? അതാ ഞാൻ പറഞ്ഞു, ഓരോ ഘടകങ്ങളിലും ഭരണവിരുദ്ധ വികാരം കാര്യമായുണ്ട്. ഉം, ഞങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ നിങ്ങളിരുന്ന് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായി ഒന്ന് ഞാൻ താഴെ ഇറക്കൂ എന്ന് പബ്ലിക് എല്ലായിടത്തും വെച്ച് ഞങ്ങളോട് ഓരോരുത്തർക്കും പറയുന്നുണ്ട്. ഉം. അപ്പൊ അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഈ ശബരിമല ഇഷ്യൂ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? നിശ്ചയം അത് ഗിമിക്കുകളും തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ചൂടുമാറ്റമൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ജനാവിലെ പണം എടുത്ത് അയ്യപ്പ സംഗമം നടത്തി എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണുന്ന ജനം കൈയോടെ പിടിച്ചല്ലേ. അത്തരം എല്ലാ ഫാക്ടേഴ്സും ഒന്നല്ല, എല്ലാ ഫാക്ടേഴ്സും ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്ത ഒരു ഇത്രയും പിൻവാതിൽ നിയമനമുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? വേറെ ഏത് സംസ്ഥാനമുണ്ടോ ഇത്രയും തൊഴിൽ അവസരമില്ലാത്ത? ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ സോഷ്യോ പൊളിറ്റിക്കൽ എല്ലാ ഘടകങ്ങളും UDF ഭരണവിരുദ്ധ വികാരമാണോ പിണറായി വിരുദ്ധ വികാരമാണോ കൂടുതലുള്ളത്? രണ്ടുമുണ്ട്. ഈ പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഇന്നലെ ഡോക്ടർ അശോക് പറഞ്ഞതുപോലെ ജനങ്ങളോട് ക്രൂരമായാണല്ലോ. ദാരിദ്ര്യമുക്തമായ കേരളം എവിടെ കണ്ടോണ്ടാ പറയുന്നത്? താഴെ കൊണ്ട് നോക്കിയാൽ അറിയാം. 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത എത്രയോ പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ചികിത്സയ്ക്ക് പറ്റാത്ത എത്രയോ പേര്. അതിനു വേണ്ടി കോടികൾ ചെലവാക്കില്ല. PR-ന് വേണ്ടി ചെലവാക്കുന്ന കോടികൾ പകുതി എടുത്ത് നാട്ടുകാരുടെ മുന്നിലെത്തിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമായിരുന്നു. കൊല്ലം നിയോജകമണ്ഡലത്തിൽ എത്ര ഭൂരിപക്ഷം കിട്ടും? ഭൂരിപക്ഷത്തെ ഞാൻ പ്രവചിക്കുന്നില്ല, ജയിക്കും എന്നുള്ളത് മാത്രം എന്റെ ഉത്തമ വിശ്വാസം. ഈ VD സതീശന്റെ യാത്ര, പുതിയുഗ യാത്ര എത്രമാത്രം വിജയമായിരുന്നു കൊല്ലം ജില്ലയിൽ? എല്ലായിടത്തും എല്ലാ തവണത്തെയും പോലെ നല്ല വിജയം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് കൊല്ലത്ത് ഭയങ്കര അട്ടിമറികൾ നടന്നത്, അതിൽക്കാടും ശക്തമായിരിക്കുമോ നമുക്ക് ഇപ്രാവശ്യം ഉണ്ടാവുക? അല്ല അതേപോലെ ആയിരിക്കും? അതിനേക്കാൾ ശക്തമായിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞങ്ങളുടെ നിയോജനത്തിൽ ഒരു കൗൺസിലറേ ഉണ്ടായിരുന്നു. 12 കൗൺസിലർമാരായി. മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും അടക്കം ജനപ്രതിനിധികളുടെ ഒരു വലിയ നിര കൂടി UDF-ന് അനുകൂലമായിട്ട് നമ്മുടെ നിയോജനത്തിന് അപ്പുറത്ത് തിരുവനന്തപുരത്തും അത് എല്ലായിടത്തും. കൊല്ലം കോർപ്പറേഷൻ നമ്മൾക്കല്ലേ ഭരണം ഇപ്പം? അതെ, അതിന്റെ ഗുണം കൂടി നമുക്ക് കിട്ടുമല്ലോ. തീർച്ചയായും കിട്ടും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ മേഖലയിലും നമുക്ക് ഭയങ്കര മുന്നേറ്റമല്ല ഉണ്ടായത്. അതെ. അപ്പോ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ VD സതീശന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? അത് എല്ലാവർക്കും അറിയാം, നന്നായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസിന്റെ UDF-ന്റെ എല്ലാ നേതാക്കന്മാരും മികച്ച രീതിയിലുള്ള പ്രതിപക്ഷ മികച്ച പ്രവർത്തനം. ഈ ടീം UDF എന്നുള്ള ഒരു സങ്കല്പം ഇപ്പം VD സതീശൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്, ഒരു തടസ്സമുണ്ട്. അത് കൊല്ലം ജില്ലയിൽ അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടായില്ല എന്നാണോ പറയുന്നത്? ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം. എണ്ണയിട്ട് യന്ത്രം പോലെ UDF. എന്തായാലും ഒരു വനിതാ നേതാവ് എന്നുള്ള രൂപത്തിൽ കൊല്ലം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഈ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ CPI-ന്റെ ഒക്കെ ശക്തി കേന്ദ്രമാണ്. അവിടെ അട്ടിമറി സൃഷ്ടിക്കുന്നു തന്നെയാണ് പറയുന്നത് അല്ലെ?
2001 അവർ 2001 എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 9 സീറ്റ് ഉണ്ടായിരുന്നു. 9. അപ്പം ആ സീറ്റിലേക്ക് തന്നെ എത്തിപ്പെടും എന്നാണ് പറയുന്നത്. അതെ. അപ്പം ഈ 9 സീറ്റ് കിട്ടുകയാണെങ്കിൽ 7 സീറ്റ് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ 100-ൽ പരം സീറ്റ് UDF നേടുന്നല്ലേ എൻ്റെ അർത്ഥം? അതെ, അതിനാണ് സാധ്യത. ഓ. എക്സിറ്റ് പോളിന് അതിനേക്കാൾ വലിയ വിജയമായിരിക്കും, റിസൾട്ട് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.